ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഹാൾ ടിക്കറ്റുകളൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പറും അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡും പ്രോഗ്രാം കോഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫോട്ടോ അതിലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം. ഫോട്ടോ ഇല്ല എന്ന് കരുതി ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഇത്. നമുക്ക് നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് റീസെൻ്റായിട്ട് എടുത്തിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. കാരണം നമ്മളുടെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹാൾ ടിക്കറ്റ് തന്നെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓൾഡ് ഫോട്ടോസൊക്കെ കൊടുത്താൽ അതിൽ മാറ്റം വന്നിട്ട് എക്സാം വേറൊരാളെ എഴുതുന്നതാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫോട്ടോ തന്നെ അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെയായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടോ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാൾ ടിക്കറ്റ് എടുത്തിട്ട് എക്സാമിന് പോകാവുന്നതാണ്. ഇതിനു മുമ്പായിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പുതിയ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് എക്സാമിന് പോകുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും അത്. അതുപോലെ തന്നെ നമ്മളുടെ എക്സാമിൻ്റെ ഫ്രണ്ട് ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്